ഒരു മനോഹരമായ കവിതയുണ്ട്, എന്നെ കൂടാതെ നാളെ പുലരുമെങ്കിൽ. ആ കവിതയുടെ അവസാന ഭാഗം ഇപ്രകാരമാണ്: എന്നെ കൂടാതെ നാളത്തെ ദിനം പുലരുമെങ്കിൽ നമ്മൾ അകലത്തിലാണെന്ന് നീ ഒരിക്കലും കരുതരുത്. നീ എന്നെപ്പറ്റി ചിന്തിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിനക്കൊപ്പമുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്. അതെ, ക്രിസ്തുവിനാതെ ഒരു ദിനം പുലരുമെങ്കിൽ അവനെക്കുറിച്ച് ചിന്തിക്കുന്ന മാത്രയിൽ അവൻ അടുത്തെത്തും, കല്ലറ തുറന്ന് പുറത്തു വരും. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മൃതരുടെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്. എന്നാൽ ഒരു കല്ലറയ്ക്കും അവന് ദൈവപുത്രനെ അടച്ചിടാൻ സാധിച്ചില്ല. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മൃതരുടെ കല്ലറയ്ക്ക് കാവൽ ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഒരു കല്ലറയ്ക്കും ദൈവപുത്രനെ അടച്ചു പൂട്ടാൻ സാധിച്ചില്ല. കാരണം അവൻ ഉടലിനും ഉയരേകിയ കർത്താവാണ്. ആദിമസഭയിൽ രക്തസാക്ഷികളെക്കുറിച്ച് പറയുന്നത്, അവരെ കുഴിച്ചു മൂടിയവർ അറിഞ്ഞില്ല അവർ കുഴിച്ചു മൂടിയത് വിത്തുകൾ ആയിരുന്നെന്ന്. ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ക്രിസ്ത്യാനികയുടെ ആത്മബലം. ക്രൂശിതൻ്റെ മരണത്തിലും ഉയർപ്പിലും കൂടെ ഉണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നല്ലോ. അതിൽ പ്രത്യേകതയുള്ളവരാണ് നസ്രത്തിലെ മേരിയും മഗ്ദലന മേരിയും. ഒരാൾ പരിശുദ്ധയെങ്കിൽ അടുത്താൾ എല്ലാം തകർക്കപ്പെട്ടവളായിരുന്നു. എന്നാൽ രണ്ടുപേർക്കും ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ഒരുപോലെയായിരുന്നു. മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടവൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ടേ മറ്റു പലർക്കും പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. ഉയർപ്പ് തിരുനാൾ തിരുനാളുകളുടെ തിരുനാളാണല്ലോ. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൻ്റെയും ഒരു വലിയ അനുഭവമാകട്ടെ ഈ ഉയർപ്പ് തിരുനാളെന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു.